ഇന്നത്തെ ഒരു വീഡിയോ യൂട്യൂബ് മോണിറ്റൈസേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും വിചാരിക്കും മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആക്കുക എന്നൊക്കെ പറയുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മളെല്ലാവരും വിചാരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം. ഞാൻ ഏകദേശം 3 വർഷമായിട്ടുണ്ട് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് ഞാൻ ഒരു മാസത്തിൽ 4 ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഡെയിലി ഇടുമായിരുന്നു കേട്ടോ. ഷോർട്ട് വീഡിയോ നമുക്ക് 90 ഡേയ്സിൻ്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസ് അങ്ങനെയാണ്. അതിപ്പം കുറച്ചായിട്ടല്ലേ ഉള്ളൂ അങ്ങനെ ഷോർട്ട് വീഡിയോ കൗണ്ട് ചെയ്യലോട് തുടങ്ങിയിട്ട്. പക്ഷേ ലോങ് വീഡിയോസ് ഞാൻ ഒരു മാസത്തിൽ 4 കാരണം നമ്മളിവിടെ ദുബായിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എത്ര നോക്കിയിട്ടും എനിക്ക് ചില വീഡിയോസൊക്കെ ഇങ്ങനെ പോയിട്ട് 16K ഒക്കെ പോയിട്ട് അത്യാവശ്യം കുഴപ്പമില്ല 2500 മണിക്കൂറൊക്കെ എനിക്ക് കഴിഞ്ഞ വർഷം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ചും കൂടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിച്ച് കുറേ പ്രതീക്ഷിച്ചിട്ട് ഇതേപോലെ ആഴ്ചയിൽ വീഡിയോസൊക്കെ ഇട്ട്. പക്ഷേ എൻ്റെ വാച്ചവേഴ്സ് ഒന്നും കംപ്ലീറ്റ് ആയില്ല കേട്ടോ. ഏകദേശം ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് 365 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് 4000 വാച്ചേഴ്സ് വേണം. പക്ഷെ അത് 2500 ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് 1500 ആയി. അതായത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് നെഗറ്റീവായി, അതായത് മൈനസ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി. അതേപോലെ ഓരോ വർഷം കഴിയുമ്പോഴും അങ്ങനെയാണ്, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അത് മൈനസ് ആയി പോകും. അതേപോലെ 90 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്സിന് 10 മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ അതും 9 മില്യൺ ആയാൽ പോലും നമുക്ക് ഇതാവില്ല, മോണിറ്റൈസേഷൻ ആവില്ല. അപ്പോൾ അതെനിക്ക് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് 2 മാസം മുന്നേ ഞാൻ യൂട്യൂബ് കോർണർ മലയാളം എന്നുള്ള ആ ഒരു ഷിമിർഖാനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആൾ എൻ്റെ അടുത്ത് വളരെ ജെന്യൂനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇട്ടാലാണ് യൂട്യൂബ് റെക്കമെൻഡേഷനിലോട്ട് പോവുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ വാച്ചേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞ് കുറേ ദിവസങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ ആൾ നമ്മളോട് തന്നെ തനിയെ ചെയ്യും. അല്ലെങ്കിൽ അപ്പോൾ ആളങ്ങനെ നമുക്ക് ക്യാഷിന് വേണ്ടി ഇരിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ക്യാഷ് അയച്ചോളൂ നിങ്ങൾ, എന്നിട്ട് ഞാൻ ചെയ്തുതരാമെന്നുള്ള പെട്ടെന്ന് ചെയ്തുതരുന്നു. പിന്നെ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഡെയിലി ഇല്ലെങ്കിലും ഓൾട്ടർനേറ്റീവായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. പക്ഷേ ഓൾട്ടർനേറ്റീവായിട്ട് ഇട്ടിട്ടും എനിക്ക് മനസ്സിലായി, ഏകദേശം 1.5 മാസം ആയപ്പോഴും എനിക്ക് മനസ്സിലായി ഇതൊന്നും കാര്യമായിട്ട്, അതായത് ഇപ്പോൾ ഒരു 500 പോയാലും 1K പോയാലും നമുക്ക് ഒരുപാട്, ഞാൻ വളരെ ചെറിയ വീഡിയോസാണ് അപ്ലോഡ് ആക്കിയിരുന്നത്, 2 മിനിറ്റൊക്കെ. അപ്പോൾ എനിക്കങ്ങനെ കംപ്ലീറ്റ് ആവില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ആളോട് ഇങ്ങനെ നിർബന്ധപൂർവ്വം പറഞ്ഞു കേട്ടോ എനിക്ക് ചെയ്തു തരണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിത് ചെയ്തെന്നിട്ടും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂട്യൂബ് മോണിറ്റൈസേഷൻ ചിലപ്പോൾ നമുക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ആൾ വളരെ ജെന്യൂൻ ആയതുകൊണ്ട് നമുക്ക് യൂട്യൂബ് തനിയെ റെക്കമെൻഡേഷൻ വരട്ടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ ആൾ ചെയ്ത് തന്നു കഴിഞ്ഞാലും അതിന് ശേഷം നമുക്ക് ഏണിങ്സ് കിട്ടാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടാൽ തന്നെ നമുക്ക് ഏണിങ്സ് കിട്ടുള്ളൂ. അപ്പം എന്താ പറയുക, ആൾ ഇപ്പം എനിക്ക് മോണിറ്റൈസേഷൻ ആക്കി തന്നു, എൻ്റെ മണിക്കൂർ വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആക്കി തന്നു. ഞാൻ തനിയെ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എത്ര തന്നെ നോക്കിയിട്ടും 600K ഒക്കെയാണ് 90 ഡേയ്സിൻ്റെ ഉള്ളിൽ ഷോർട്സിൽ വരുള്ളായിരുന്നു. ലോങ് വീഡിയോ ഞാൻ പിന്നെ 1 മന്തിൽ 4 ഇടുള്ളായിരുന്നു. ഇപ്പം ഞാൻ ഷിമൊക്കെ പറഞ്ഞതിനനുസരിച്ചിട്ട് എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഡെയിലി ഒന്നും പറ്റില്ല, എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ളത് വളരെ ജെന്യൂനായിട്ട് ചെയ്തെന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡിലീറ്റ് ആക്കരുത് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നമ്മുടെ വീഡിയോയുടെ തന്നെ ഷോർട്സിൻ്റെ റീമിക്സ് ചെയ്തിട്ടുണ്ട്, ബിഗ് വീഡിയോയുടെ ഷോർട്സ് റീമിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ റീയൂസ്ഡ് കണ്ടൻറ്റ് വരുന്നു വിചാരിച്ച് ഞാൻ ഡിലീറ്റ് ആക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും എൻ്റെ അടുത്ത് ഡെയിലി വീഡിയോസ് ഇട്ടിട്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടിട്ട് കുഴപ്പമില്ല, അൽഹംദുലില്ലാ മാഷാ അല്ലാ. എന്നാലും ഇപ്പോൾ എനിക്ക് മനസ്സിലായി, യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ എഫേർട്ട് എടുക്കണം. ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഷെമിയൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള ഒരാളായിരുന്നു. ആളെൻ്റെ അടുത്ത് ഓപ്പണായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആളത് വളരെ ഇതായിട്ട് ചെയ്തു തന്നു. പക്ഷേ ഇനിയിപ്പം $10 ഇതിൽ കയറിയാൽ, ആഡ്സെൻസിൽ കയറിയാലാണ് നമുക്കതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളും ഗൂഗിളിൽ നിന്ന് ഇത് വരുള്ളൂ, ലെറ്റർ വരുള്ളൂ. അപ്പോൾ അതിന് തന്നെ ഒരുപാട് എഫേർട്ട് എടുക്കണം. നമ്മൾ ഡെയിലി ലോങ് വീഡിയോസ് ഇട്ടാൽ മാത്രമേ അതൊക്കെ നടക്കുള്ളൂ. കാരണം ഷോർട്ട് വീഡിയോക്കൊക്കെ വളരെ ഇത് കുറവാണ്, എന്താ പറയുക, ക്യാഷ് കുറവ്. ഇപ്പോൾ 1K വ്യൂസ് ഉണ്ടെങ്കിൽ 0.01 മാത്രമേ കിട്ടുള്ളൂ, ഡോളർ മാത്രമേ കിട്ടുള്ളൂ. അപ്പം അത് ലോങ് വീഡിയോസ് ആണെങ്കിൽ 1K ഉണ്ടെങ്കിൽ ഏകദേശം എനിക്ക് കിട്ടിയിരുന്നത് 30 അങ്ങനെയൊക്കെയാണ് കിട്ടിയിരുന്നത്. അതിപ്പം ഷോർട്സിന് അറിയാലോ. അപ്പോൾ ഷോർട്സ് ഒരു 10,000 പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറും $0.10, അതായത് 10 പൈസയാണ് കിട്ടുക. പക്ഷേ ആ സമയത്ത് 10K വ്യൂസ് ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു $4-5 കിട്ടും. അപ്പം എപ്പോഴും 1 മിനിറ്റിൻ്റെ ആണെങ്കിലും ലോങ് വീഡിയോസ് അപ്ലോഡ് ആക്കാൻ ശ്രമിക്കുക. പിന്നെ ക്യാഷ് കൊടുത്ത് നമ്മൾ ഇത് മോണിറ്റൈസേഷൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഏണിങ്സ് വരുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള ആളെടുത്ത് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ ആളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ആളെൻ്റെ അടുത്ത് റെക്കമെൻഡേഷനിലോട്ട് വരട്ടെ യൂട്യൂബിൽ, അങ്ങനെയാണ് നമുക്ക് വ്യൂസ് കിട്ടുക. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു മോണിറ്റൈസേഷൻ്റെ ഈ ഒരു വാച്ച് കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര, നമുക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് ചെയ്യണ വളരെ നല്ല ഉപകാരമുള്ള കാര്യമാണ്. പക്ഷേ
നമ്മളതിന് ശേഷം ഡെയിലി എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടാൽ തന്നെ നമുക്ക് ഏണിങ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എത്ര വീഡിയോസ് 2 മിനിറ്റിൻ്റെയൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഈ 2 മിനിറ്റിൻ്റെ വീഡിയോ ഇപ്പോൾ ഒരു 1K പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു എനിക്ക് 1K പോയ വീഡിയോക്കൊക്കെ ഏകദേശം ഒരു 0.30 ആണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ ലോങ് വീഡിയോ ഷോർട്ടിന് 0.01. ഈവൻ നമുക്കൊരു ലോങ് വീഡിയോക്ക് 100K വ്യൂസ് ഉണ്ടെങ്കിൽ അത് ഒരു 10 മിനിറ്റ്സ് എബോവ് ആണ് ആ ഒരു ലോങ് വീഡിയോയുടെ ലെങ്ത്ത് വെച്ചാൽ നമുക്കൊരു 100K വ്യൂസിനൊരു $80 അല്ലെങ്കിൽ ഒരു $60 എന്തായാലും കിട്ടും. പക്ഷേ ഒരു ഷോർട്ട് വീഡിയോ ആണ് 100K പോയിട്ടുള്ളത് വെച്ചെങ്കിൽ നമുക്ക് ഏകദേശം ഒരു $1 മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് $10 ആവാൻ ഒരുപാട് എഫേർട്ട് എടുക്കണം നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് $10 ആവാൻ നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. നമ്മൾ ക്യാഷ് കൊടുത്ത് മോണിറ്റൈസേഷൻ ആക്കി കഴിഞ്ഞാലും എന്ത് സബ്സ്ക്രൈബേഴ്സ് വാങ്ങിക്കഴിഞ്ഞാലും എനിക്ക് ഏകദേശം ഞാൻ ഷിമക്കാക്ക് കൊടുക്കുമ്പോൾ 6000-ൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ 6200 സംതിങ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആക്കി തന്നു. വാച്ച് അവേഴ്സ് ഞാൻ ഒരുപാട് നോക്കിയിട്ട് നടക്കുന്നുണ്ടായില്ല. പക്ഷേ ഡെയിലി വീഡിയോസ് ഇട്ടിട്ട് യൂട്യൂബ് റെക്കമെൻഡേഷനിലോട്ട് പോകണം. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഏണിങ്സ് $10 നമ്മുടെ ആഡ്സെൻസിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടാൽ മാത്രമേ $10 ആവുള്ളൂ. അപ്പം ക്യാഷ് കൊടുത്ത് ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതിനുശേഷം നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ $10 ആവാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ആളെനിക്ക് ചെയ്തു തന്നിട്ടിപ്പം കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ ഇതിൽ നിന്നൊരു ഏണിങ്സ് വരികയാണെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇൻഷാ അള്ളാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഫനേജും കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുന്ന ആ ഒരു ചാനലിലെ ഷിമീർക്ക ആൾ നമുക്ക് യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സ് മുതൽ എവറിത്തിങ് ചെയ്തു തരും. വളരെ ജെന്യൂനായിട്ട് തന്നെ ചെയ്തു തരും കേട്ടോ, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. പിന്നെ നമ്മൾ അതിനുശേഷം നമ്മൾ ചെയ്യണം A to Z കാര്യങ്ങൾ ആൾ ഈ ഒരു വെരിഫിക്കേഷൻ ആണെങ്കിലും ഒക്കെ ചെയ്തു തരും. $10 ആയതിൻ്റെ ശേഷം ID വെരിഫിക്കേഷനും ഒക്കെ ചെയ്തു തരും വളരെ ജെന്യൂനായിട്ട്. എനിക്ക് ഭയങ്കര വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരാളായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ആൾ നമുക്ക് ആ വാച്ചേഴ്സ് കംപ്ലീറ്റ് ആക്കി തരും, സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കി തരും എന്ന് മാത്രമേ ഉള്ളൂ. അതുവരെ നമുക്ക് അതിൽ നിന്ന് ഒരു ഏണിങ്സ് കിട്ടില്ല. എന്നാണോ നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ ആവണം അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് തുടങ്ങുന്ന അന്ന് മുതൽ ഒരു വ്യൂസ് വെച്ചിട്ട് കൗണ്ട് ചെയ്തിട്ട് ആ വരുന്ന വ്യൂസിനൊക്കെ നമുക്ക് ഏണിങ്സ് കിട്ടും. അങ്ങനെയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ തന്നെ വീഡിയോസ് ഇടണം. അവർ വാച്ചേഴ്സ് കംപ്ലീറ്റ് ആക്കി തരും. നമുക്ക് ഒരുപാട് എഫേർട്ട്, അത് വലിയൊരു പ്രൊസീജിയർ തന്നെയാണ് ഈ വാച്ചേഴ്സ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത്. അത് നമുക്ക് നടക്കാത്ത ചില ആൾക്കാർക്ക് എത്ര വീഡിയോസ് ഇട്ടാലും വാച്ചേഴ്സ് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ എനിക്ക് തന്നെ 3 കൊല്ലമായിട്ട് നടക്കാത്ത. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനുശേഷം നമ്മൾ തന്നെ എഫേർട്ട് എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ അതാൾ എല്ലാ വർക്കുകളും നല്ല ജെന്യൂനായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതുവരെ ഇതൊക്കെ ചെയ്തു തന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ $10 ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞു തന്നെ പറയില്ല. അപ്പം ആൾ സബ്സ്ക്രൈബേഴ്സൊന്നും വാച്ചേഴ്സ് മാത്രമാണ് നമുക്ക് ചെയ്തു നോക്കുമ്പോൾ എൻ്റെ $10 ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പം ഞാൻ എന്താ പറയുക, വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം യൂട്യൂബിൽ തന്നെ ആളുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് നമ്മളിപ്പോൾ എത്ര ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ആളുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആവാത്ത പോലെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. കാരണം ഞാനൊന്നും അങ്ങനെ കാര്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാറില്ല. അപ്പം വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ട് നല്ല തംബ്നെയിൽ കൊടുത്ത് ടൈറ്റിൽ കൊടുത്ത് വീഡിയോസ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഡെയിലി വീഡിയോസ് ഇടുക. ആൾക്കാർ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നല്ല തംബ്നെയിലും ടൈറ്റിലൊക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ ചിലത് കുഴപ്പമില്ലാതെ പോവും, ചിലത് പോവില്ല. എന്തായാലും ഞാനങ്ങനെ ഒരുപാട് എന്താ പറയുക ടെൻഷനായിരുന്നു, അതിങ്ങനെ പോകുന്നില്ലല്ലോ, നിർത്തിയാലോ എന്നൊക്കെ. പിന്നെ ആലോചിക്കും ഏതായാലും തുടങ്ങിയതല്ലേ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ എഫേർട്ട് എടുത്താൽ തന്നെ നമുക്കൊരു വിജയം ഉണ്ടാവുള്ളൂ. ഇൻഷാ അള്ളാ നല്ല വീഡിയോസായിട്ട് വരണ്ടേ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ഓക്കെ.